എന്നാലും ഒരു ഏലത്തയ്യോ ചേച്ചി വെച്ചോ ഭയങ്കര അത്ഭുതം. ഇതെന്ന് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ചേച്ചി? ഇത്രയും വന്നിട്ടില്ല അല്ലേ? അതെ അതെ, ഇത് ആ ഒരു പ്രകൃതിയിലല്ലല്ലോ. അതെ അതെ അതെ. ശംഖുപുഷ്പം കണ്ടില്ലേ? ശംഖുപുഷ്പം ഉണ്ട്. കൃഷ്ണൻ ഏറ്റവും ഇനിയിപ്പോൾ ഒരു മാസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇവിടെ എല്ലാം പൂക്കൾ ഇങ്ങനെ വരുമല്ലോ. ഏതാ ശംഖുപുഷ്പം? ശംഖുപുഷ്പം. ഓ, ഞാനിതൊന്നും കണ്ടിട്ടില്ല ചേച്ചി. ഇത് അരളി ഫാമിലിയാണോ? അല്ല അല്ലേ, ശംഖുപുഷ്പം. കൃഷ്ണൻ ഏറ്റവും ഇഷ്ടമുള്ളത് ശംഖുപുഷ്പമാണ്. പുഷ്പങ്ങളില് ശംഖുപുഷ്പം, തുളസി, അതാണ് ആ പടർന്നിരിക്കുന്നത്. ഓ ഓക്കെ ഓക്കെ. ഞാൻ ഇതൊക്കെ സാഹിത്യത്തിൽ കേട്ടിട്ടേ ഉള്ളൂ. ശംഖുപുഷ്പം കണ്ണെഴുതി. ശംഖുപുഷ്പം ഇതൊക്കെ നാട്ടിൽ നിന്ന് അരി കൊണ്ടുവന്ന് വെച്ച് പിടിപ്പിച്ചു. പിന്നെ വർഷം തോറും ഇതിനെ ടേക്ക് കെയർ ചെയ്യുക, പുല്ല് പറിക്കുക. ഇത് നാട്ടിലെ ചന്ദ്രകാന്തി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഓ, ഇത് വെണ്ടയല്ലേ വെച്ചിരിക്കുന്നത്? അല്ല, ഇത് വെണ്ടയല്ലല്ലോ. അതൊരു പൂവാണ്, മനസ്സിലായി. ശ്രീലങ്കൻ പൂവാ, ഇപ്പം വിടർന്ന് നിന്നതാ. ഇപ്പൊ അത് ഇത് പിന്നെ ഇത് തുളസിയാ. ഇത് രണ്ടും തുളസി. ഇവിടെ രണ്ട് മൂന്ന് ഇതിനൊക്കെ നമ്മൾ കുഞ്ഞുങ്ങളെ ടേക്ക് കെയർ ചെയ്യുന്ന പോലെ ഇതുങ്ങളെയും ടേക്ക് കെയർ ചെയ്യുക. ഇത് പോവാ ചേച്ചി? പേരുണ്ട് എനിക്ക്. നാട്ടിൽ നിന്ന് അരി കൊണ്ടുവന്നതാ കേട്ടോ. ആണല്ലേ? അതാ വെള്ള ചെമ്പരത്തി വെളി മുമ്പിൽ കണ്ടത് തന്നെ. ഞാൻ അത്ഭുതം ആദ്യമായിട്ടാണ് ചേച്ചി. ഞാനും ഇവിടെ വിളിക്കൊരു തൈ ഇങ്ങനെ ഞാൻ വെളിയിൽ നിന്ന് വായിച്ചു നിന്നു. ഏതാണ്ട് കളയാണെന്ന് വിളിച്ച് കള. പിന്നെ ഒരു പൂവ്. അപ്പോൾ പിന്നെ അതിങ്ങനെ പറിച്ച് നട്ട് മാറ്റി വെക്കുന്നതാണ് കേട്ടോ. ഇത് ഏതാണ്ട് ഒരു ശ്രീലങ്കൻ ചെടിയാണ്. രാവിലെ കാണാൻ നല്ല രസമാണ്. പാക്കറ്റിൽ അരി മേടിച്ചിട്ട് കിളിപ്പിക്കുന്നു. ഓക്കെ ഓക്കെ. അങ്ങനെയൊക്കെ ഒരു രണ്ടാഴ്ച കൂടെ കഴിയുമ്പോൾ ഒരുപാടും പൂവുകളുണ്ട്.